അതുകൊണ്ട് ആയുസ്സിലെ ബറക്കത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. മക്കളിലെ ബറക്കത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആള് ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ്. 100 ചില്ലാനം ഹാഫിളീങ്ങളായ മക്കൾ അനസ് റളിയല്ലാഹു അൻഹുവിനുണ്ടായി എന്നാണ്. ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച 100 ചില്ലാനം മക്കൾ. അനസ് റളിയല്ലാഹു അൻഹു എന്താ കാരണം? ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ എളാപ്പ അബൂ തൽഹ റളിയല്ലാഹു അൻഹു അനസ് മോൻ്റെ കയ്യും പിടിച്ചിട്ട് നബി തങ്ങളുടെ അടുത്ത് കൊണ്ടിട്ട് പറഞ്ഞു, നബിയെ അനസ് ഇവിടെ നിന്നോട്ടെ, നിങ്ങൾക്ക് വേണ്ട ഹിദമത്തൊക്കെ എടുത്തു പോകാൻ ഇവിടെ കഴിഞ്ഞുകൂടിക്കോളും, നിങ്ങളൊന്ന് ദ്വാരക്കണം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ തലമ്മ ഇങ്ങനെ കയ്യച്ചങ്ങാണ്ട് ദ്വാരന്നു. അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ മാലിഹി വ ഔലാദിഹി, അല്ലാഹുവേ അനസിന് മക്കളിലും മുതലിലും ബറക്കത്ത് ചെയ്യണേ അല്ലാ എന്ന് ദ്വാരന്നു. 100 ചില്ലാനം ഹാഫിളീങ്ങളായ മക്കളുണ്ടായി അനസ് റളിയല്ലാഹു അൻഹുവിന്. 100-ലധികം കൊല്ലം മഹാനവറുകൾ ജീവിച്ചു. എല്ലാവരുടെയും ഈത്തപ്പനത്തോട്ടം വർഷത്തിൽ ഒരു തവണ കായ്ച്ചപ്പോൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈത്തപ്പനത്തോട്ടം വർഷത്തിൽ 2 തവണ കായ്ക്കാറുണ്ടായിരുന്നു. സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ 130-ാമത്തെ വയസ്സിലും തലയിലെ ഒറ്റമുടിയും നരച്ചിട്ടുണ്ടായിരുന്നില്ല. 10 വയസ്സിൽ താഴെ പ്രായമുള്ള സമയത്തൊരിക്കൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തലയിലൊന്ന് കൈവച്ചതായിരുന്നു. കാരണം സയ്യിദുനാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ കവിളിൽ ഇങ്ങനെ തൊട്ടിട്ട് ആ കൈ ഇങ്ങനെ വാസനിച്ചു നോക്കിയാൽ റോസാപ്പൂവിൻ്റെ മണമുണ്ടായിരുന്നുവെന്നാണ്. നന്നേ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കവിളൊരിക്കൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മ വെച്ചതായിരുന്നു. കാരണം ബറക്കത്തിൻ്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എത്ര കണ്ട് ബന്ധമുണ്ടോ അത്രത്തോളം ബറക്കത്തുണ്ടാവും. അതാണ് ബറക്കത്തിൻ്റെ ലോകത്തെ ഏറ്റവും ബറക്കത്തുള്ള മനുഷ്യൻ അഷ്റഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലമയാണ്. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും ബറക്കത്തുള്ള നാട് മദീനയാണ്. അഫ്ദലു തുർബത്തുൽ അർളി തുർബത്തുൽ മദീന, ഭൂമിയിൽ ഏറ്റവും ഫضലുള്ള മണ്ണ് മദീനയുടെ മണ്ണാണ്. എന്താ മദീനയിലെ മണ്ണിൻ്റെ പ്രത്യേകത? കറുത്ത കളറിലുള്ള അജ്വ എന്ന ഈത്തപ്പഴമുണ്ട് എന്നതല്ല, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്നതാണ് ഒരു നാടിൻ്റെ പ്രത്യേകത. ആ നാട്ടിൽ ഒന്നുകിൽ നിലവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ മുമ്പേ ജീവിച്ച് മൺമറഞ്ഞവരോ ആയ ചില ആളുകളായിരിക്കും. മമ്പറം എന്ന നാടിൻ്റെ പ്രത്യേകത എന്താ? തിരുരങ്ങാടി പോയൻ്റെ മേലെ കൂടിയ മിനി ബസ് പോണ പാലുണ്ട് എന്നല്ല, മമ്പറത്തെ തങ്ങൾ എന്ന ഒരാൾ അവിടെ ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്നതാണ്. മടവൂർ എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത? കുറേ ലോഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നല്ല, മടവൂർ CM മടവൂർ അബൂബക്കർ മുസ്ലിയാർ എന്ന ഒരാൾ അവിടെ അന്തി ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് ഒരു നാടിൻ്റെ പ്രത്യേകത. ആ നാട്ടിൽ നിലവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരോ നേരത്തെ ജീവിച്ച് മൺമറഞ്ഞു പോയവരോ ആയ ചില ആളുകളായിരിക്കും. അതാണ് സംഗതി. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖിദ്ർ അലൈഹിസ്സലാമും മൂസ നബി അലൈഹിസ്സലാമും കൂടി യാത്ര പോകുന്ന സമയത്ത് ഒരു മതിൽ നന്നാക്കി കൊടുത്തപ്പോൾ മൂസ നബി വിശദീകരണം ചോദിച്ചു. ഖിദ്ർ അലൈഹിസ്സലാം പറഞ്ഞു, ഈ മതിൽ ഉലാമൈനി യതീമൈനി ഫിൽ മദീന, അങ്ങാടിയിൽ താമസിക്കുന്ന 2 യതീം കുട്ടികളുടെ മതിലാണ്. വകാന തഹ്തഹു കൻസുൽ ലഹുമാ, ഈ മതിലിൻ്റെ അടിഭാഗത്ത് ആ 2 കുട്ടികൾക്കുള്ള ഒരു നദിയുണ്ട്, നിക്ഷേപമുണ്ട്. വകാന അബൂഹുമാ സ്വാലിഹാ, വല വാപ്പൊരു നല്ല മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ വാപ്പ ഈ കുട്ടികളുടെ നേരെ വാപ്പയല്ല, 7ാമത്തെ വല്ലിപ്പാനയാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതന്നെ നമുക്കൊക്കെ എന്തെങ്കിലും ഫضലുണ്ടെങ്കിൽ മരണപ്പെട്ടു പോയ ഏതെങ്കിലും വാപ്പാൻ്റെ വല്ലിപ്പാൻ്റെ ഫضലാണ് ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മുടെ പള്ളിക്കാടിൽ ഉറങ്ങുന്ന ഏതെങ്കിലും വലിയ മഹത്തുക്കളുടെ ഫضലാണ് യഥാർത്ഥത്തിൽ നമുക്കുള്ളത്. ഒരു പ്രദേശത്തിൻ്റെ ബറക്കത്ത്
ആ പ്രദേശത്ത് ജീവിച്ച് മൺമറഞ്ഞ ചില ആളുകളോ അല്ലെങ്കിൽ നിലവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ചില ആളുകളോ ആയിരിക്കും. ഒരു മനുഷ്യനാണ് എല്ലാ ബറക്കത്തിൻ്റെയും പിന്നിലുണ്ടാകുക. ലോകത്തെ ഏറ്റവും ബറക്കത്തുള്ള മനുഷ്യൻ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്ര ചേർന്ന് നിൽക്കുന്നുവോ അതാണ് ബറക്കത്ത്. ബറക്കത്തുള്ളതിനാണ് സംരക്ഷണം. ബറക്കത്തുള്ളതിനാണ് സംരക്ഷണം കിട്ടുക. കഅബ ഉദാഹരണം. ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ മുമ്പ് മലക്കുകളാണ് കഅബ ഉണ്ടാക്കിയത്. ആദം നബി അലൈഹി ഇസ്ലാമിനും വർഷങ്ങൾക്ക് മുമ്പ് മലക്കുകളാണ് ആദ്യമായി കഅബ നിർമ്മിച്ചത്. പിന്നീട് ആദം നബി അലൈഹി ഇസ്ലാം വന്നു. ആദം നബിക്ക് മുമ്പ് കഅബയിൽ ജിന്നുകൾ ആരാധിച്ചു. ആദം നബി അലൈഹി ഇസ്ലാം വന്നു. കഅബയുടെ മുകൾ ഭാഗത്ത് ബൈത്തുൽ മഅമൂർ എന്ന പേരായ ഒരു ഭവനമുണ്ട്. മലക്കുകളുടെ ഇബാദത്ത് അങ്ങോട്ട് മാറ്റി. ആദം നബി അലൈഹി ഇസ്ലാമിന് ശേഷം, ശീസ് നബി അലൈഹി ഇസ്ലാമിന് ശേഷം, ധാരാളം അമ്പിയാക്കൾക്ക് ശേഷം നൂഹ് നബി അലൈഹി ഇസ്ലാം വന്നു. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ വലിയ ഒരു ജലപ്രളയമുണ്ടായി. ആ വെള്ളപ്പൊക്കത്തിൽ കഅബ തകർന്നു പോയി. പിന്നീട് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമും മകനായ ഇസ്മായിൽ അലൈഹിസ്സലാമും കൂടി കഅബ പുതുക്കിപ്പണിതു. പുതുക്കിപ്പണിത കഅബയെ പൊളിക്കാൻ വേണ്ടി അബ്രഹത്ത് രാജാവ് എന്ന രാജാവ് ആനപ്പടയമായി വന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിൻ്റെ 500 കൊല്ലങ്ങൾക്ക് മുമ്പ്, അതായത് 2000 വർഷങ്ങൾക്ക് മുമ്പ് അബ്രഹത്ത് രാജാവ് വന്നു. അബ്രഹത്ത് രാജാവ് ആനപ്പടയുമായി കഅബ തകർക്കാൻ വേണ്ടി വന്നപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊളിക്കാൻ സമ്മതിച്ചില്ല. നല്ലോണം ശ്രദ്ധിക്കണം. മലക്കുകൾ ആദം നബി അലൈഹി ഇസ്ലാമിന് മുമ്പുണ്ടാക്കിയ കഅബ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് അല്ലാഹു തആല പൊളിച്ചു. കുഴപ്പമില്ല, പൊളിഞ്ഞോട്ടെ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഉണ്ടാക്കിയ കഅബ പൊളിക്കാൻ വേണ്ടി അബ്രഹത്ത് രാജാവ് വന്നപ്പോൾ പൊളിക്കാൻ സമ്മതിച്ചില്ല. പൊളിക്കാൻ പാടില്ല. ഒരു കഅബ മലക്കുകൾ ഉണ്ടാക്കിയത് പൊളിഞ്ഞാലും കുഴപ്പമില്ല. ഇബ്രാഹിം നബി ഉണ്ടാക്കിയ കഅബ പൊളിയാനും പാടില്ല. എന്താ 2 കഅബ വ്യത്യാസം? 2 കഅബയിൽ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കഅബ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യം പറഞ്ഞു എന്നുള്ളതാണ് വ്യത്യാസം. പടച്ചോനെ ഇജ്ജ് കബൂലാക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, റബ്ബനാ വബ്അസ് ഫീഹിം റസൂലാ എന്ന് പറഞ്ഞു. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, വബ്അസ് ഫീഹിം, ഇവരിൽ നിന്ന് നീ യാത്രയാക്കണേ. ഇവർ എന്ന് പറഞ്ഞത് ഇസ്മായിൽ അലൈഹിസ്സലാം. ഇസ്മായിൽ നബിയാണ് അപ്പോൾ അവിടെ ഉള്ളത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ 2 മക്കളാണ് ഇസ്മായിൽ അലൈഹി ഇസ്ലാം, ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം. ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകനാണ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഓമന പേരാണ് ഇസ്രായീൽ എന്നത്. ഇസ്ർ എന്ന് പറഞ്ഞാൽ അടിമ എന്നാണ്, ഈൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നാണ്. അപ്പോൾ ഇസ്രായീൽ എന്നത് അബ്ദുല്ലാ എന്നാണ്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഓമന പേരാണ്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്താന പരമ്പരയാണ് ബനു ഇസ്രായീൽ എന്ന് പറയുന്നത്. ഇന്നത്തെ ബനു ഇസ്രായേൽ അല്ല കേട്ടോ. ഈ ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞത് അറബികൾ തന്നെയാണ്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്താന പരമ്പരയായ ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞത് അറബികൾ തന്നെയാണ്. ഇന്നത്തെ ബനു ഇസ്രായേൽ അല്ല. ഇന്നത്തെ ബനു ഇസ്രായേൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജൂതന്മാർ അങ്ങോട്ട് കുടിയേറി പാർത്തതാണ്.